ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനം നോട്ടിട്ടാണ് ഓരോ ഭക്തനും ദേവിക്ക് സമർപ്പിക്കുന്നത്. ഇപ്പൊ നമ്മള് ദർശനത്തിനായിട്ട് നിൽക്കുകയാണ്. വളരെയധികം ക്യൂ ആണ് എന്ന് കാണപ്പെടുന്ന ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹമാണ് ഇന്ന് ക്ഷേത്രത്തില്. വളരെ ചൂടാണ്. ദേവിയെ ദർശനത്തിനായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഒരുപാട് ജനങ്ങളാണ് ഇവിടെ. ഇത് ഞങ്ങളുടെ നിത്യ ചേച്ചിയുടെ മോനാണ് കേട്ടോ. എനിക്കൂടെ എന്റെ നിത്യ ചേച്ചിയുടെ മോളാണ്. നൈക്കോ ബേബി ആയിരുന്നു. നൈക്കോ ബേബി പാവം ടയേർഡായിട്ട് കിടക്കുവാണ്. ക്യൂവിലാണ് പാവം. അതുകൊണ്ട് ടയേർഡായിട്ട് അമ്മയുടെ ദേഹത്തോട്ട് കിടക്കുവാണ് അവള്. നമുക്ക് ഒരുപാട് ക്ഷീണമായിപ്പോയി. വളരെ തിരക്കാണെങ്കിലും നന്നായിട്ട് നമുക്ക് ദർശനം കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ വളരെ തിരക്കാണ് അമ്പലത്തില്. ഇന്ന് 4ാം ഉത്സവ ദിവസമായതുകൊണ്ട് വളരെയധികം തിരക്കാണ് ഇന്ന് അമ്പലത്തില്. അങ്ങനെ ഞങ്ങൾ ഉത്സവം കണ്ട് കുഴഞ്ഞു വന്നിരിക്കുകയാണ് കൂട്ടുകാരെ. ഞാനും എന്റെ ടിപ്പൂസും ഇവിടെ ഇരിക്കുന്നു. നൈക ബേബിയും അമ്മയും നട ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. നൈക ആകെ ടയേർഡായിട്ട് അമ്മ എനിക്ക് ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും എന്റെ ടിപ്പൂസും കൂടെ ഇവിടെ ഇരിക്കുന്നു. അവന് ഇപ്രാവശ്യം ഉത്സവത്തിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. വാള് വേണമെന്നാണ് അവൻ പറഞ്ഞ കൂട്ടുകാരെ. അതുകൊണ്ട് ഇപ്രാവശ്യം അവന് വാളാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. എന്റെ നൈക ബേബിക്ക് വാങ്ങിച്ചു കൊടുത്തത് എന്താണെന്നറിയാമോ? എന്റെ നൈകക്കൂട്ടിൽ വാങ്ങിച്ചു കൊടുത്തത് ഡക്കായിരുന്നു കേട്ടോ. എന്തേ ഡക്ക് എന്തേ മോന്റെ ഡക്ക് എന്തേടാ? നൈക ബേബിക്ക് ഡക്ക് അവൻ കവറിനകത്ത് നോക്കുവാണ്. കുഞ്ഞിന് ഡക്കാണ് വേണ്ടത്. ഇപ്രാവശ്യം ഉത്സവത്തിന് ഞാൻ എന്റെ നൈക്കൂസിന് വാങ്ങിച്ചു കൊടുത്താണ്. ഡക്ക് എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഇഷ്ടമായോ നിങ്ങൾക്ക്? അവർക്ക് ഡക്ക് മതി എന്നാണ് പറഞ്ഞത് ഇപ്രാവശ്യം. അതുകൊണ്ട് ഇപ്രാവശ്യം ഡക്കാണ് വാങ്ങിച്ചു കൊടുത്തത് നമ്മള്.